ഹലോ അസ്സാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പി ബനാന കേക്കാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 8 മുട്ട എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്കൊരു 3 ഏലക്ക, 2 സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണ്ടെങ്കിൽ പഞ്ചസാരൻ്റെ അളവ് കുറയ്ക്കുക കേട്ടോ. അതിനുശേഷം നല്ലതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഫോർക്ക് ഉപയോഗിക്കുന്നതായിരിക്കും നന്നാവുക. അപ്പോൾ നല്ലതുപോലെ ബ്ലെൻഡ് ആയിക്കോളും. പിന്നെ 2 നേന്ത്രപ്പഴം എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു കേക്ക് പോട്ട് എടുത്തതിന് ശേഷം 2 ടീസ്പൂൺ ഓയിൽ ഒഴിക്കുക. പിന്നെ ആവശ്യത്തിനുള്ള നട്ട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് മാറ്റി വെക്കുക. ആ ഓയിലിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള പഴം അതിലേക്ക് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. ഷാലോ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ചിലർ ഈ കോഴിമുട്ട ആക്കുമ്പോൾ തന്നെ ആ റോ ബനാന അതിലേക്ക് ഇടും. പക്ഷേ ഇതൊരു പ്രത്യേക ടേസ്റ്റ് ഈ ഒരു കേക്കിന് തരും കേട്ടോ. അതൊരു ഫ്രൈ ആയി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ മുട്ടൻ്റെ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് അടച്ച് വെക്കട്ടോ. ലോ ഫ്ലെയിമിലിട്ടാൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയില്ല. ഒരു 15-20 മിനിറ്റ്സ് കൊണ്ട് ഈ ഒരു കേക്ക് സെറ്റാവും കേട്ടോ. ജസ്റ്റ് ഒന്നായാൽ നമ്മൾ നേരത്തെ ആഡ് ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പില്ലേ, അതൊന്ന് ഇട്ട് കൊടുക്കും. ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞാൽ നല്ല ബനാന കേക്ക് റെഡി ആയിട്ടോ.